കണ്ണൂർ കേളകത്തെ റബ്ബർ തോട്ടത്തിൽ വീണ്ടും പുലി. അടയ്ക്കാത്തോട് രാമച്ചിയിലെ സ്കറിയയുടെ തോട്ടത്തിലാണ് പുലി ഇറങ്ങിയത്. പുലിയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ഇതേസമയം ഒരു മാസം മുൻപ് പുലി ഇറങ്ങിയിരുന്നു. പുലിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പങ്കുവയ്ക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, പുലി ഇങ്ങനെ നാട് കാണാൻ ഇറങ്ങിയതുപോലെ വളരെ കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. റബ്ബർ തോട്ടത്തിലൂടെയാണ്. ഇന്ന് രാവിലെയൊക്കെ വെട്ടാൻ ചെല്ലുന്ന ചേട്ടനെങ്ങാനും ഇത് കണ്ടിരുന്നെങ്കിൽ ഞെട്ടിത്തെറിച്ചാകെ പേടിച്ചു പോയേനെ. കേളകത്താണ്, ജനവാസ മേഖലയാണിത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണെന്ന് തോന്നുന്നു. പുലിയുടെ സാന്നിധ്യം നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രദേശമാണല്ലേ അഭിജിത്ത്? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതാണ്ട് ഒരു മാസത്തിനിടയിലാണ് ഇതേ സ്ഥലത്ത് ഇതേ നിലയിൽ ഒരു പുലിയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ കുടുങ്ങുന്നത്. അന്നും നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഘട്ടത്തിലും വലിയ ആശങ്കയിലായിരുന്നു ആ പ്രദേശത്തുള്ളവർ. അതിനെ തുടർന്ന് വനം വകുപ്പ് എത്തുന്നു, ഇത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും അവിടെ CCTV ക്യാമറകൾ, കൂടുതൽ ക്യാമറകളൊക്കെ സ്ഥാപിച്ച് നിരീക്ഷണം ഉറപ്പാക്കുകയും ചെയ്തതാണ്. പക്ഷെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും പുലി ഇറങ്ങിയത്. ഇത് ഒരു റബ്ബർ തോട്ടമാണ് അരുൺകുമാർ. തൊട്ടടുത്ത് വനമേഖലയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വന്ന പുലി എന്ന് തന്നെയാണ് നിലവിൽ വനം വകുപ്പ് പറയുന്നത്. അവിടെയുള്ളവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, രാവിലെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ CCTV ക്യാമറകൾ പരിശോധിക്കണം, പുലിയൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജോലിക്ക് പോകാവൂ എന്നുള്ള ഒരു നിർദ്ദേശം വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ളയാൾ, ഇത് പാട്ടത്തിനെടുത്തതാണ്, സ്കറിയ എന്നയാളുടെ തോട്ടമാണ്, അവിടെ മറ്റൊരാൾ പാട്ടത്തിനെടുത്ത റബ്ബർ തോട്ടം കൂടിയാണ്. അവിടേക്ക് ജോലിക്ക് പോകുന്നയാൾ ആദ്യം ഈ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് ഒരു പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. നിലവിൽ ഏതായാലും വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പ് അവിടേക്ക് അല്പസമയത്തിനകം എത്തുകയും ചെയ്യും. നിലവിലുള്ള ഒരു ആശങ്ക അരുൺകുമാർ, ഈ പ്രദേശത്തേക്ക് ഇങ്ങനെ പുലി നിരന്തരം കടന്നു വരുന്നു. ഒരു പക്ഷേ ഈ ആളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ല എങ്കിൽ വലിയ ദുരന്തത്തിലേക്കൊക്കെ വഴിമാറുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. പുലി ഇറങ്ങുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ അത് വനം വകുപ്പിന്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ഏതായാലും ഈ പ്രദേശത്തുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺ, ഓക്കെ.